കൂടപ്പറപ്പും കൂട്ടുകാരുമില്ലാത്ത പാപ്പരാസിയുടെ ജീവിതം. മൈദമാവ് ഒരുകുന്നൊരു വേനൽ പകലിൽ എന്നെ കൊയിലാണ്ടിയിലെത്തിച്ചു. കൊയിലാണ്ടി, അലുവകളുടെ കൊയിലാണ്ടി, അലുവ കടകളുടെ കൊയിലാണ്ടി. ഹലുവ ഉണ്ടാക്കാൻ പഠിക്കണമെന്ന മോഹവുമായി ചെന്നുപെട്ടത് ഒരു സിംഗത്തിന്റെ കടയിൽ. ഉസ്താദ് ബദം ഹലുവ ഖാൻ ആവശ്യമറിയിച്ചപ്പോൾ മൈദ കൊടുക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ ഈ വൻപാക്ക് ശരീരത്തിൽ എവിടെന്നാണ് ആരോഗ്യം? ബിരിയാണി പണിയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച മമ്മദിനെ മനസ്സിൽ ധ്യാനിച്ച് മലബാർ ട്രെയിനിന്റെ നീളത്തിൽ മാവെടുത്ത് ഒരടിയടിച്ചു. കുടച്ചു തീരും മുമ്പേ വിറയാർന്ന കൈകൾ തോളിൽ വെച്ച് ഗുരു ചെവിയിൽ പറഞ്ഞു, എടാ ഹിമാറെ, ഇതല്ല അലുവ, ഇത് പൊറോട്ടയാണ്. പിന്നൊന്നും ആലോചിച്ചില്ല. കുഴച്ചുവെച്ച മാവ് ഉസ്താദിന്റെ അണ്ണാക്കി തള്ളി യാത്ര ആരംഭിച്ചു. मैदा की जिंदगी जो कभी नहीं अलवा हो जाती है. പുരാണ കാലത്തെ രാജാക്കന്മാർക്കിഷ്ടം ഹൽവ ഹൽവ ഹൽവ, മൊഹബത്തിനായി ഹലാക്കിൻ്റെ ഹൽവ. ഓ മൊഹബത്തിനായി ഹലാക്കിൻ്റെ ഹൽവ. അതേത് പല്ലില്ലാത്തോനും തിന്നും ഹപ്പുപൂന. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെള്ളുക്കല്ലുവ, ചുമന്നല്ലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദ, നെയ്യ്, ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെള്ളുക്കല്ലുവ, ചുമന്നല്ലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദ, നെയ്യ്, ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. പെണ്ണ് കാണാൻ വരുന്നവർക്ക് കൊടുക്കും കലക്കൻ ഹലുവ. അതെ ബദാം ചേർത്ത ഹൽവ. ഹലുവ തിന്ന് ഷുഗർ കൂടിയവൻ ഉടനെ കൊടുക്കും ഒലുവ. അതും വറുത്ത് പൊട്ടിച്ച ഒലുവ. മമ്മൂട്ടി ഗ്ലാമറായതും മോഹൻലാൽ സൂപ്പറായതും മമ്മൂക്ക ഗ്ലാമറായതും ലാലേട്ടൻ സൂപ്പറായതും അതെന്തുവാ ഈ ഹലുവ? അതെന്തുവാ? അത് ഹലുവ. കുട്ടിക്കോസ്കാർ കിട്ടുവാൻ കാരണം നമ്മുടെ ഈ ഹലുവ. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെളുത്തല്ലുവ, ചുവന്നല്ലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദ, നെയ്യ്, ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. 3 ജവാന്മാർ അതിർത്തിയിൽ തർക്കമാ. മേജറും സോൾജിയറും കേണലും തമ്മിൽ. അതും ലഡാക്കിലെ ഇടുങ്ങിയ കിടങ്ങിൽ കിടന്ന്. കാരണം ഒരേ ഒരു കഷണം ഹലുവ. നിൽപ്പിൽ 100 അടിക്കണ ധോണിക്കിഷ്ടം ഹൽവ. മലബാറിലുള്ള ഹൽവ. 100 അടിച്ചിട്ട് വാള് വെക്കണ ജോണിക്കിഷ്ടം ഹൽവ. മലബാറിലുള്ള ഹൽവ. ദാസേട്ടൻ സിംഗറായതും ദാസേട്ടൻ സിംഗറായതും ജാക്കി ചാൻ ഫൈറ്ററായതും ജാക്കി ചാൻ ഫൈറ്ററായതും അതെന്തുവാ? അതും ഹലുവ.
അമ്പാടി നമ്പർ 1 ആകുവാൻ കാരണം നമ്മുടെ ഈ അലുവ. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ. വെളുത്തലുവ, ചുമന്നലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ. നല്ല മൈദ നെയ്യ് ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ.